ധനുഷ് സംവിധാനം ചെയ്ത ഇഡ്ലിക്കട ഇത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ്. പക്ഷെ ആവശ്യമില്ലാണ്ട് ഇതില് ഫൈറ്റ് ഒക്കെ തിരികെ കയറ്റിയിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ധനുഷിന്റെ ക്യാരക്ടറിന്റെ പേര് മുരുകനാണ്. മുരുകൻ വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ നല്ല എക്സിക്യൂട്ടീവ് ഷെഫായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പല കാരണത്താൽ ആ ഹോട്ടലിൽ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് വന്നിട്ട് തന്റെ കുടുംബപരമായിട്ടുള്ള പഴയ ഇഡ്ലിക്കട തുറന്നിട്ട് അത് കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി ഇതിൽ മുരുകൻ ചെയ്യുന്നത്. അതാണ് ഈ പടത്തിന്റെ ചെറിയൊരു പ്ലോട്ട്. ഈ സിനിമയിൽ മനസ്സ് തട്ടിയ പെർഫോമൻസ് പറയാൻ പേഴ്സണലി രാജ്കിരണിന്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമാക്കി. കുറച്ച് ഇമോഷൻസ് കൂടിപ്പോയിന്ന് പേഴ്സണലി എനിക്കേ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജെന്നസിയിൽ ഒരു പിള്ളേർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഭയങ്കര ക്രിഞ്ചായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ഈ ചെറിയ ടീനേജ് പിള്ളേർക്ക് എന്തായാലും ഈ സിനിമ പറ്റില്ല. അത്യാവശ്യം ഫാമിലി ആയിട്ട് ജീവിക്കണവർക്ക് ഈ സിനിമ എന്തായാലും പറ്റുകയുള്ളൂ. പഴയൊരു ഹോട്ടൽ പുനഃസ്ഥാപിക്കണ ഇതൊക്കെ ആയിട്ട് കഥയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഉസ്താദ് ഹോട്ടലായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. അതും ഇതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ആ ഉസ്താദ് ഹോട്ടലിൽ ഒരു ബന്ധത്തിന്റെ കഥ പറയുകയാണെങ്കിലും ഇവിടെ നേരെ ട്രഡീഷൻ വെച്ച് മോഡേൺ, അതുപോലെ പഴയ ആൾക്കാരുടെ ചിന്താഗതിയും പുതിയ ആൾക്കാരുടെ ചിന്താഗതിയും തൻ്റെ ഫാമിലി ഐഡന്റിറ്റി റൂട്ട്സ് അതായത് വേരുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ പുറത്തൊക്കെ ജീവിക്കണ ഒരാൾക്ക് ഈ സിനിമ കൂടുതലും കണക്ട് ആവും. കാരണം എന്താ വെച്ചാൽ അവർ ജീവിക്കുമ്പോൾ അവരെന്തായാലും അവരുടെ നാട് മിസ് ചെയ്യും. അവർക്ക് ആ പഴയ കാലങ്ങള് അവര് പഴയ ജീവിച്ച രീതി ഇതെല്ലാം മനസ്സിൽ ഇപ്പോഴും എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും സങ്കടപ്പെടണ കണ്ടിട്ടുണ്ട്.